ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ സാധാരണ അരി കുതിർത്തൊക്കെ വെച്ചാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അരി കുതിർക്കുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് അരിപ്പൊടി കൊണ്ട് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കൊരു കുറച്ച് മാവൊന്ന് കുറുക്കിയെടുക്കണം. ഞാൻ നേരത്തെ വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത്, ഒരു 2.5 മുതൽ 3 ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന പോലത്തെ വറുത്ത അരിപ്പൊടിയാണിത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊട്ടുമില്ലാതെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനെയും തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അടുപ്പിൽ തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ഒഴിച്ചാൽ ഉടൻ തന്നെ ഇതങ്ങ് പെട്ടെന്ന് കുറുകിപ്പോവും. പക്ഷേ ആ അരിപ്പൊടിയൊന്നും വെന്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ കുറുക്കി അരിപ്പൊടി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൽ വെള്ളത്തിലൊന്ന് കുതിർത്തതോ അല്ലെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചോറോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടിയും വെള്ളവും കൂടി നന്നായിട്ട് ഒന്ന് കുറുകി നല്ല ഒരു തിക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുത്ത് വരുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഈസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതോടൊപ്പം ഒരു ടീസ്പൂണിനടുത്ത് പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയി കിട്ടാനായിട്ടാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വലിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ വറുത്ത അരിപ്പൊടിയാണിത്. ഇതിലേക്ക് നമ്മൾ ആദ്യം കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടിപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ചോറാണേലും ചേർത്ത് കൊടുക്കാം. ചോറോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത അവലോ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പോളം തേങ്ങ മാത്രമേ ഇപ്പം ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ ഒരു 3 ഏലക്ക അതിൻ്റെ ആ തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആക്ടിവേറ്റ് ആകാൻ വെച്ചിരുന്ന ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. വട്ടയപ്പത്തിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാലോ വെള്ളമോ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി തേങ്ങാപ്പാലേ ചേർത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് തിക്കാണ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ മുഴുവൻ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒരു 2 തവണയായിട്ട് ഈ തേങ്ങാപ്പാൽ ചേർത്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് വല്ലാതെ അങ്ങ് ലൂസായി പോകരുത്. ഇത് ഒരിക്കൽ കൂടി ഒന്ന് നമുക്ക് മിക്സിയിൽ കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മാവ് അരച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് തിക്കും ആകരുത്, എന്നാൽ അങ്ങ് വല്ലാതെ ലൂസും ആയി പോകരുത്. ഇതിലേക്ക് ഞാനൊരു 1-2 നുള്ളോളം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ ഉപ്പൊന്നും വേണ്ട. ഇതിനെ നമുക്ക് ഒരു അല്പസമയം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൈകൊണ്ട് കുറച്ച് നേരം ഒന്ന് നമുക്കിത് നന്നായിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം. പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. പണ്ടൊക്കെ ഉള്ളവർ കല്ലേൽ അരയ്ക്കുന്നത് പോലെ നമ്മൾ ഇപ്പം മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഇത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് എവിടെയെങ്കിലും ഒരു വാമായിട്ടുള്ള സ്ഥലത്ത് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ വെക്കണം. ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം വട്ടയപ്പാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഇതൊന്ന് പൊങ്ങി കിട്ടാനായിട്ട് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും കേട്ടോ. അല്ലാതെ ചൂട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടും. ഇതിപ്പോൾ നോക്കിയാൽ കാണാം നന്നായിട്ട് പൊങ്ങി നമ്മൾ ആക്കി വെച്ചതിനേക്കാട്ടിലും കൂടുതലായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വേണം ഇനി കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വട്ടയപ്പം ആക്കിയെടുക്കാൻ. ഒത്തിരി അങ്ങ് നമ്മളിത് മിക്സ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീല് നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വട്ടയപ്പം ആക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ മുകളിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. വലിയ കട്ടിയുള്ള വട്ടയപ്പം അല്ല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പാണ് വേണ്ടതെങ്കിൽ ഈ പാത്രത്തിൻ്റെ ഒരു 1/2 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ആ മാവ് ആവശ്യത്തിനൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സ്റ്റീമറിലേക്കൊന്ന് ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പിൽ ഒരു സ്റ്റീമർ വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു തട്ടും അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ആ പാൻ ഒന്ന് ഇറക്കി വയ്ക്കണം. ഇപ്പോൾ ഇത് അതിൻ്റെ താഴെ ഒഴിച്ചിട്ടുള്ള വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് വേണ്ടി വരും ഇത് തയ്യാറാകാൻ. പക്ഷേ അതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഒരിക്കൽ കൂടി ഒന്ന് തുറന്ന് ഞാനിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ കുറച്ച് മാവ് ഇതുപോലെ ഇഡലി തട്ടിലേക്ക് ഒഴിച്ച് ആ ഇഡലിയുടെ ഒരു ഷേപ്പിലും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അരി കുതിർത്ത് വെക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതും ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ. നല്ല സോഫ്റ്റാണ് കണ്ടോ. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.